ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ ഉപയോഗങ്ങളാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഡ്യൂറിങ്, DURING, ഡ്യൂറിങ് എന്ന വാക്കിന്റെ അർത്ഥ ഉപയോഗങ്ങളാണ്. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ ഏതാണ്ട് കാലത്ത്, സമയത്ത്, ഇടയിൽ, മധ്യേ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. നമുക്ക് വാചകങ്ങൾ കണ്ടാലാണ് ഇതിന്റെ ഉപയോഗം കൂടുതൽ വ്യക്തമാവുക. കാലത്ത് എന്ന് പറയുമ്പോൾ രാവിലെ എന്ന അർത്ഥത്തിലല്ല. നമുക്ക് ഈ വാചകങ്ങൾ നോക്കാം. വി വിൽ പ്ലേ ഫുട്ബോൾ, വി വിൽ പ്ലേ ഫുട്ബോൾ, ഞങ്ങൾ ഫുട്ബോൾ കളിക്കും. എപ്പോഴാണ്? ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്, ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. ഹോളിഡേയ്സ് എന്ന് പറയുന്നത് അവധിക്കാലം. ഡ്യൂറിങ് ദ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ അവധിക്കാലത്ത്, അവധിക്കാലത്ത് ആ അർത്ഥത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ അവധിക്കാലത്ത് ഫുട്ബോൾ കളിക്കും, ഞങ്ങൾ അവധിക്കാലത്ത്, ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. ഇംഗ്ലീഷിൽ അങ്ങനെയാ പറയുക. ഞങ്ങൾ അവധിക്കാലത്ത് ഫുട്ബോൾ കളിക്കും. വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്, ഡ്യൂറിങ് ദ ഹോളിഡേയ്സ്. അതുപോലെ മറ്റു വാചകങ്ങള്, വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ ഡേ, ഡ്യൂറിങ് ദ ഡേ. എന്താണ് അതിന്റെ അർത്ഥം? പകൽ സമയത്ത്, സമയത്ത്, പകൽ സമയത്ത്. നമ്മൾ പകൽ സമയത്ത് എന്ന് പറയില്ലേ, ഡ്യൂറിങ് ദ ഡേ. വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ ഡേ, പകൽ സമയം അല്ലെങ്കിൽ പകൽ സമയത്ത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കും. ഇത് നോക്കാം. ഡ്യൂറിങ് ദ സമ്മർ, സമ്മർ എന്ന് പറയുന്നത് വേനൽക്കാലം. ഡ്യൂറിങ് ദ സമ്മർ എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് അല്ലെങ്കിൽ വേനൽ സമയത്ത്. കൂടുതലും വേനൽക്കാലത്ത് എന്നാണ് നമ്മൾ പറയുന്നത്, ഇല്ലേ? വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ സമ്മർ, വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ സമ്മർ. വേനൽക്കാലത്ത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കും, ഞങ്ങൾ വേനൽക്കാലത്ത് ഫുട്ബോൾ കളിക്കും. വി വിൽ പ്ലേ ഫുട്ബോൾ എപ്പോൾ? ഡ്യൂറിങ് ദ സമ്മർ, ഡ്യൂറിങ് ദ സമ്മർ. മറ്റൊന്ന് നോക്കാം. ഡ്യൂറിങ് ദ റെയിനി സീസൺ, റെയിനി സീസൺ എന്ന് പറയുന്നത് മഴക്കാലം. ഓക്കെ, റെയിനി സീസൺ, മഴക്കാലം എന്ന് പറയാം. വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ റെയിനി സീസൺ, വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ റെയിനി സീസൺ, വി വിൽ പ്ലേ ഫുട്ബോൾ ഡ്യൂറിങ് ദ റെയിനി സീസൺ. മഴക്കാലത്ത്, ഡ്യൂറിങ് ദ റെയിനി സീസണിന്റെ മലയാളം എന്താണ്? മഴക്കാലത്ത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കും, മഴക്കാലത്ത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കും. ഈ രീതിയിൽ വാചകം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മുൻ ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ വി എന്നതിന് പകരം മറ്റ് സബ്ജക്റ്റ് വയ്ക്കാം. ഐ വിൽ പ്ലേ, ദേ വിൽ പ്ലേ, ചിൽഡ്രൻ വിൽ പ്ലേ, ആ രീതിയിൽ പറയാം. ടെൻസും മാറ്റി വയ്ക്കാം. വി പ്ലേഡ്, ആ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് വാചകം ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇനി അടുത്ത വാചകം നോക്കാം. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ഹിസ് സ്പീച്ച്, ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴാ ഉറങ്ങിയത്? ഡ്യൂറിങ് ഹിസ് സ്പീച്ച്. ഹിസ് സ്പീച്ച് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം. ഡ്യൂറിങ് ഹിസ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഞാൻ ഉറങ്ങി. അദ്ദേഹം അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ പ്രസംഗത്തിന് മധ്യേ, പ്രസംഗത്തിനിടയിൽ, അല്ലെ പ്രസംഗ സമയത്ത്, ആ രീതിയിലൊക്കെ പറയാം. നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഞാൻ ഉറങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മധ്യേ ഞാൻ ഉറങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമയത്ത് ഞാൻ ഉറങ്ങി. ആ രീതിയിലൊക്കെ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റും ഡ്യൂറിങ് എന്ന വാക്ക്. ഇവ വെച്ച് നോക്കാം. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മീറ്റിംഗ്, ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. മീറ്റിംഗിനിടയിൽ, മീറ്റിംഗിനിടയിൽ ഞാൻ ഉറങ്ങി. മീറ്റിംഗിന്റെ സമയത്ത്, ആ രീതിയിൽ നമുക്ക് പറയാം. മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ ഉറങ്ങി. മീറ്റിംഗ് നടക്കുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഒരേ സമയത്ത് നടക്കുക. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മീറ്റിംഗ്, മീറ്റിംഗിനിടയിൽ ഞാൻ ഉറങ്ങി, അല്ലെങ്കിൽ മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ ഉറങ്ങി, അല്ലെങ്കിൽ മീറ്റിംഗിന്റെ മധ്യേ ഞാൻ ഉറങ്ങി. ആ രീതിയിൽ നമ്മൾ ഡ്യൂറിങ് എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കാം. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ ക്ലാസ്, ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ ക്ലാസ്. ക്ലാസ്സിനിടയിൽ ഞാൻ ഉറങ്ങി, ക്ലാസ്സിനിടയിൽ ഞാൻ ഉറങ്ങി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആ സമയത്ത് ഉറങ്ങിയാണ്. ഓക്കെ, ഐ സ്ലെപ്റ്റ്
ഡ്യൂറിങ് ദ ക്ലാസ്, ക്ലാസ്സിനിടയിൽ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ സമയത്ത്, ക്ലാസ്സിന് മധ്യേ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇതൊന്ന് നോക്കിയേക്കാം. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. സിനിമയ്ക്കിടയിൽ ഞാൻ ഉറങ്ങി. അതായത് ഞാൻ സിനിമ കാണാൻ പോയി, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങി. സിനിമ നടക്കുകയാണ്, ഞാൻ ഇവിടെ ഉറങ്ങിയാണ്. ഐ സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ മൂവി. സിനിമയ്ക്കിടയിൽ ഞാൻ ഉറങ്ങി. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, സിനിമ കാണുമ്പോൾ ഞാൻ ഉറങ്ങി. കാണുമ്പോൾ എന്ന വാക്ക് അവിടെ ഇല്ലെങ്കിലും നമുക്ക് ഡ്യൂറിങ്, അതിന്റെ അർത്ഥം ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഈ ക്ലാസ്സിൽ നാം കണ്ടത് ഡ്യൂറിങ് എന്ന വാക്കിന്റെ ഉപയോഗങ്ങളാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. ഇവിടെയുള്ള വാചകങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യം അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ മറ്റ് സബ്ജക്റ്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വി, യു, ദേ, ഹി, ഷി, രാജു, ആ രീതിയിലൊക്കെ സബ്ജക്റ്റ് മാറ്റി വയ്ക്കാം, ടെൻസ് മാറ്റി വയ്ക്കാം. ഐ വാസ് സ്ലീപ്പിംഗ്, ഐ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്, ആ രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റും. നെഗറ്റീവ് പറയാം, നീ ക്ലാസ്സിനിടയിൽ ഉറങ്ങരുത്. യു ഷുഡ് നോട്ട് സ്ലീപ് ഡ്യൂറിങ് ദ ക്ലാസ്. യു ഷുഡ് നോട്ട് സ്ലീപ് ഡ്യൂറിങ് ദ ക്ലാസ്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുൻപ് പഠിച്ചവയൊക്കെ ഉപയോഗിക്കാനും നമ്മൾ നോക്കണം. അതുവഴി അവ റിവൈസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്ന വാചകം ശരിയാണ്, കറക്റ്റ് ആണ്, അത് നോക്കണം. മറ്റൊരാളായിട്ട് പ്രാക്ടീസ് ചെയ്യാനെങ്കിൽ എളുപ്പമാണ്, തെറ്റുവന്നാൽ തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക, പുതിയ വെർബ്സ് പഠിക്കുക. ഈ 4 ഫോംസ് അർത്ഥസഹിതം അറിഞ്ഞിരിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കുക. എത്രത്തോളം വാക്കുകൾ നമുക്ക് അറിയാവുന്നവോ അത്രയ്ക്ക് ആത്മധൈര്യം നമുക്കുണ്ടായിരിക്കും. ഒഴുക്കോടെ, ഭയം കൂടാതെ, ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്.
അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അത് നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്, ടെൽ, ടോൾഡ്, ടോൾഡ്, ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്, വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്, വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്, wonder, wandered, wandered, wash, washed, washed, tease, teased, teased, strengthen, strengthened, strengthened, supply, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, 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 suggest, suggested, suggested, taste, tasted, tasted, trouble, 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 terrify, terrified, terrified, wink, winked, winked, wipe, wiped, wiped, trap, trapped, trapped, warned, wandered, wandered, warn, warned, warned, vanish, vanished, vanished, whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യിക്കാം. ഓക്കെ.